നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പോർക്ക് ചില്ലിയാണ്. ഇത് നമ്മളെ കർണാടക ബാംഗ്ലൂരിൽ ചെയ്യുന്ന ഒരു വിഭവമാണ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. 2 കിലോ പോർക്കാണിത്, പന്നിയിറച്ചി. പോർക്ക് ചില്ലിക്ക് വേണ്ട സാധനങ്ങൾ: 2 കിലോയ്ക്ക് 15 നീണ്ടമുളക് കാശ്മീരി ചില്ലി, 5 ഉരുണ്ടമുളക് ചെറുത്, 2 ടേബിൾ സ്പൂൺ കൊത്തമല്ലി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ടേബിൾ സ്പൂൺ പെരുംജീരകം, ചെറിയ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5 കഷ്ണം കറുവാപ്പട്ട, 20 കരിയാമ്പൂ, 1 കഷ്ണം സ്റ്റാർ, 2 ഏലക്ക, 25 കുരുമുളക്, കുറച്ച് പുളി, 1 ക്യാപ്സിക്കം, 8 ഉള്ളി, 20 വെള്ളുള്ളി, 5 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി. വിനാഗിരി, ഇത് എസൻസ് അല്ല, ഇത് വെള്ളമൊഴിച്ചിട്ട് കുറച്ച് പുളി ആയിട്ടുള്ളതാണ്. പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഇതേ പുളിയാണത്. പിന്നെ കുറച്ച് കരിയാമ്പൂവിൻ്റെ ഇല. അത് ചെയ്യുന്ന വിധം കാണിക്കാം. ഈ ഇറച്ചിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ഇതിൻ്റെ വെള്ളം നല്ലവണ്ണം ഡ്രൈ ആവണം. എണ്ണ ഒഴിക്കാതെ മുളക്, ഈ എല്ലാ സാധനങ്ങളും ചെറിയ തീയിൽ ചെറുതായിട്ടൊന്ന് വറുക്കുക, എല്ലാം കൂടി. ചെറുതൊന്ന് ചൂടായാൽ മതി, ഇത്ര മതി. ഇതിലേക്ക് ഈ വിനാഗിരി ഒഴിക്കുക. ഈ കറുവാപ്പട്ടയുടെ ഇലയും ഇതിലേക്ക് ഇടുക. ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലോട്ട് വെള്ളുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത് വറുക്കുക.
കുറച്ചൊഴിച്ചാൽ മതി എണ്ണ. പന്നി കൊഴുപ്പുള്ളത് കൊണ്ട് അത് വറുക്കാൻ മാത്രം എടുത്താൽ മതി. ഇതിലേക്ക് ഇപ്പോൾ ഉള്ളി ചേർക്കാം. ഇറച്ചിയിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാളയ്ക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ജാസ്തി വറക്കണമെന്നില്ല, ഇത്ര വറുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച ക്യാപ്സിക്കം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡിയാണ്. മസാല റെഡിയാണ്. ഇതിപ്പോൾ ഈ ഉള്ളിലോട്ട് ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി കുറച്ച് പുളിവെള്ളം അതിലോട്ടിടാം. ഇപ്പോൾ നമ്മുടെ പോർക്ക് ചില്ലി റെഡിയായി. ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ഇട്ടിട്ട് ശരിയാക്കുക. നമ്മുടെ പോർക്ക് ചില്ലി ഇപ്പോൾ റെഡിയാണ്. ഇത് നിങ്ങൾ കഴിച്ച് ഇതിൻ്റെ രുചി നോക്കി ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.